ഇവിടെ കണ്ടോ, ഒരു പിടി നാണയത്തുട്ടുകളുമായി യേശുവിന്റെ അടുക്കൽ നിൽക്കുന്ന യൂദ അല്പ കഴിയുമ്പോൾ കർത്താവ് വിട്ടു കളഞ്ഞാൽ പിന്നെ അവൻ മരണത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോവുകയാണ്. സാത്താൻ ആരിൽ പ്രവേശിക്കുന്നുവോ അത് സാത്താൻ ഉള്ള ഇടത്തേക്ക് പോകും. യൂദ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്? എങ്ങോട്ട്? നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ 11 വിട്ടുമാറിയോ? അവരെ പറ്റി പിടിച്ച് കിടക്കുക, അട്ട പിടിച്ച് കിടക്കുന്ന പോലെ കിടക്കുവാണ്. എന്ത് വന്നാലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, മറ്റേ വള്ളത്തിൽ പിടിച്ച് കിടന്ന പോലെ കിടക്കുവാണ്. പത്രോസ് അപ്പോഴും ഇറങ്ങി നടന്നു യേശുവിന്റെ അടുക്കലേക്ക്. ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്നിലല്ലയോ? നിത്യജീവൻ, നിത്യജീവൻ. ഹല്ലേലൂയ. ഇത് വേണമെങ്കിൽ നാം അവിടെ എത്തണം. ആമേൻ. ഓർത്തു കൊള്ളണം, എന്നിലൊരു യൂദ ഉണ്ടോ? എന്നിലൊരു പത്രോസ് ഉണ്ടോ? സാധാരണ പച്ചയായ മനുഷ്യൻ. ഹല്ലേലൂയ. എനിക്കും നിനക്കും വേണ്ടത് ആ നാണയത്തുട്ടുകൾ, ഈ മത്സ്യത്തിന്റെ അകത്ത് ഇതൊക്കെ വച്ചിരിക്കുന്ന ഒരു ദൈവം എനിക്കുള്ളത് കരുതിയിട്ടുണ്ട്. തക്ക സമയത്ത് വലിച്ചു കരക്കിടാൻ പറയും. നമ്മുടെ ദൈവമക്കളെ, ഇന്ന് ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയങ്ങളിലെ യൂദായെ വെട്ടിക്കളയും.